നമ്മൾ ലോജിക് പ്രോയിൽ പ്രോഗ്രാമിംഗ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു സെഷൻ നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ടെംപ്ലേറ്റ് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സെഷൻ ടെംപ്ലേറ്റ് ഞാനത് കാണിച്ചു തരാം. ലോജിക് പ്രോയിൽ ഫയലിൽ ന്യൂ ഫ്രം ടെംപ്ലേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ആണ് സോങ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെംപ്ലേറ്റ്. അത് ഞാൻ ചൂസ് ചെയ്യുന്നു. അപ്പോൾ അതിൽ എന്തൊക്കെയുള്ള എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഫോൾഡേഴ്സാണ്. അപ്പോൾ നമ്മളൊരു ഓരോ സെക്ഷനായിട്ടുള്ള ടോൺസ് നമ്മൾ ഓരോ ഫോൾഡറിലേക്ക് ഫോൾഡറിൻ്റെ അണ്ടറിൽ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വോക്കൽസ് എല്ലാം ഈ വോക്സ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ പ്ലഗ്ഡ് ടോൺസ്, അതായത് ഗിറ്റാർ, പിയാനോ പോലുള്ള ടോൺസ് എല്ലാം കൂടി ഈ പ്ലഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡറിലേക്ക്, അതുപോലെ തന്നെ ഹാർമണി, പാഡ്സ്, സ്ട്രിങ്സ് പോലുള്ള ടോൺസ് എല്ലാം ഹാർമണി എന്നുള്ള ഒരു ഇതിലേക്ക്, പിന്നെ മെലഡിക് ആയിട്ടുള്ള ഫ്ലൂട്ട്, വയലിൻ അതുപോലുള്ള ടോൺസ് എല്ലാം മെലഡി എന്ന് പറഞ്ഞ ഒരു ഫോൾഡറിലേക്ക്, ബേസ് എന്നുള്ളതിൽ ബേസ് ടോൺസ്, ഋതത്തിൽ കിക്ക് സ്നെയർ പോലുള്ള ടോൺസ്, ഋതം ടോൺസ്, എഫക്ട്സിൽ ഇപ്പോൾ റൈസർ, ഇമ്പാക്റ്റ് പോലുള്ള എഫക്ട്സ് ടോൺസ് എല്ലാം എഫക്ട്സ് എന്നുള്ളൊരു ഫോൾഡറിലേക്ക് നമ്മൾ, അപ്പോൾ ഇതിലേക്ക് നമുക്ക് പുതിയ പുതിയ ടോൺസ് നമുക്ക് ഈ ഒരു ഫോൾഡറിൻ്റെ ഉള്ളിലേക്ക് തന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ ക്ലട്ടേഡ് ആയിട്ട് ഉണ്ടാവും. നമ്മൾ ഓരോന്നും ഒരു ബ്ലാങ്ക് ആയിട്ട് ഒരു സെഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ കുറേ ടോൺസ്, ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോൺസ് ഇങ്ങനെ വളരെ ക്ലട്ടേഡ് ആയിട്ട് ഉണ്ടാകുന്നതിന് പകരം നമ്മൾ ആദ്യം തന്നെ ഒരു ടെംപ്ലേറ്റിൽ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഓരോ സെപ്പറേറ്റ് കളേഴ്സും കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കളറിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം നിൽക്കും. നമ്മൾ വർക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു കളറിലുള്ള അത് ഇന്ന ടൈപ്പ് ഓഫ് ടോണാണ്. ഇപ്പോൾ ബ്ലൂ, ഐ മീൻ ഗ്രീൻ ആണെങ്കിൽ റിതം ടോൺസ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. കളറ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അതേപോലെ പേരും അല്ലെങ്കിൽ ഈ കാറ്റഗറിയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അഥവാ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫയലിൽ സേവ് ആസ് ടെംപ്ലേറ്റ് എന്ന് നമ്മൾ കൊടുത്തിട്ട് അതിൽ നമുക്ക് ഇഷ്ടമുള്ള പേരിൽ നമുക്ക് സേവ് ചെയ്യാനും പറ്റും.